കൊച്ചിയിലും സംഭവിക്കുന്നത്, ആലങ്ങാട് ബ്ലോക്കിൽ മനയ്ക്കപ്പടി ഡിവിഷനിൽ സംഭവിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ പരസ്യമായി SDPI സ്ഥാനാർത്ഥിക്ക് പിന്തുണ, കോൺഗ്രസ് SDPI സ്ഥാനാർത്ഥിക്ക് പരസ്യമായി തന്നെ പിന്തുണ നൽകിക്കൊണ്ടാണ് അവിടെ രംഗത്ത് വരുന്നത്. ഏതായാലും K ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. PV കുട്ടൻ കുറച്ചു മുൻപ് കോഴിക്കോട് വരുന്ന UDFന്റെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ച് പറയുകയായിരുന്നു. ഘടകകക്ഷികൾക്ക് വരെ വലിയ അതൃപ്തിയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും വലിയ രീതിയിൽ വർഗീയ സംഘടനകളുമായും വർഗീയ പാർട്ടികളുമായും ഒക്കെ കൂട്ടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അതേ അവസ്ഥ തന്നെയാണ് അവിടെ ആലങ്ങാട് ബ്ലോക്ക് ഡിവിഷനിലെ മനയ്ക്കപ്പടിയിലും. SDPIക്ക് പിന്തുണ നൽകുകയാണ്, അതും പരസ്യമായി കോൺഗ്രസ്. അതെ വിനിഷ, അത് ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മനയ്ക്കപ്പടി ഡിവിഷനിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഷെറീന ബഷീർ ആയിരുന്നു. ഈ ഷെറീന ബഷീറിൻ്റെ പത്രിക അവരുടെ പത്രിക തള്ളിയത് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ഈ കടമക്കുടി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതുപോലെ തന്നെ ഷെറീന ബഷീറിൻ്റെയും പത്രിക തള്ളിയിരുന്നു. ഇവിടെ ഈ SDPI കൂടാതെ LDF BJP സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. പിന്നെയുള്ളത് SDPI ആണ്. ഈ സാഹചര്യത്തിലാണ് ഈ LDFൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പായി എന്ന് കണ്ടപ്പോഴാണ് ഈ കോൺഗ്രസ് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. SDPI സ്ഥാനാർത്ഥിയായി കന്നഡ ചിഹ്നത്തിലാണ് ഈ SDPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഹസീന ഷാനവാസ് എന്നാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര്. ഈ പ്രചാരണ ബോർഡുകളിലും പോസ്റ്ററുകളിലുമൊക്കെ SDPI സ്ഥാനാർത്ഥി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനകീയ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാണ് അവരെ വിശേഷിപ്പിച്ചത്. ഈ പേരിൽ തന്നെയാണ് കോൺഗ്രസ് ഈ SDPIയുമായി ഒരു ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ കോൺഗ്രസിൻ്റെ ഈ പറവൂർ മണ്ഡലത്തിൽ VD സതീശൻ്റെ തട്ടകമായ പറവൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ അവർ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി മാറുന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി തന്നെ അത് വലിയ വിമർശനമായി അത് ചൂണ്ടിക്കാണിച്ചതാണ്. എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സഖ്യം എന്നുള്ളത് കൃത്യമായി ആ വിവരസഹിതം വെളിപ്പെടുത്തിയതാണ്. ചിറ്റാറ്റുകര പഞ്ചായത്തിലും കോട്ടിവള്ളി പഞ്ചായത്തിലുമൊക്കെയാണ് ഇപ്പോൾ നേരത്തെ PV കുട്ടൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ കക്ഷിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി മാറുന്നത്. വെൽഫെയർ പാർട്ടിക്കാണ് ചോദിച്ച അത്രയും സീറ്റുകൾ ഈ പറവൂർ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഈ പഞ്ചായത്തുകളിലൊക്കെ നൽകിയത്. അതിന് പുറമെയാണ് ഈ ആലങ്ങാട് ബ്ലോക്ക് മനയ്ക്കപ്പടി ഡിവിഷനിലും SDPI സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന സമീപനവും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് LDFനെ തകർക്കാനായി ഏത് തരത്തിലുള്ള ബാന്ധവും മഴവിൽ സഖ്യവും സ്വീകരിക്കും എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് ഇവിടെയൊക്കെ ഈ പറവൂർ മണ്ഡലത്തിലായാലും ആലങ്ങാടായാലും ഒക്കെ കാണുന്നതാണ്. മറ്റൊന്നുകൂടിയുള്ളത്, ഈ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ തന്നെ പല വാർഡുകളിലും BJPക്ക് ഒരു തരത്തിൽ ഈ നീക്കുപോക്കാണ് എന്നുള്ളത് തന്നെ ഇതിനകം ചർച്ച. കടമക്കുടി എന്ന് പറയുന്നതും VD സതീശൻ്റെ തട്ടകമായ പറവൂർ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് കടമക്കുടി ഡിവിഷൻ. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ അവിടെ UDFന് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിലേക്കൊക്കെ എത്തി. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള രഹസ്യ ബാന്ധവം. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CPIM അക്കാര്യം മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ഇതിന് കൃത്യമായൊരു മറുപടി, തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ ജില്ലാ നേതൃത്വം പറയുന്നത് ഈ പ്രാദേശികാടിസ്ഥാനത്തിൽ മണ്ഡലം കമ്മിറ്റികൾ ഇങ്ങനെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടാകാം. പൊതു സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ പലരുടെയും പേരുകൾ ഉയർന്നു വരികയും അവരെ സ്ഥാനാർത്ഥികളുമൊക്കെ ആക്കിയിട്ടുണ്ടാകാം എന്നൊക്കെയുള്ള ഒഴുക്കൻ മറ്റുള്ളൊരു വിശദീകരണമാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ബാന്ധവം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം കേട്ടില്ല. അതിന് ഈ ജില്ലയുടെ തന്നെ ഇവിടുത്തെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയാണ് ഇതെല്ലാം ഇത്തരത്തിലുള്ള എന്നുള്ളതാണ് ഇടതുപക്ഷം അത് ചൂണ്ടിക്കാണിച്ചാണ്. ഈ തദ്ദേശമല്ല വരാൻ പോകുന്ന നിയമസഭാ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന വലിയ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ UDF നിലപാടുകളിൽ പലർക്കും ശക്തമായ അമർഷം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ഉണ്ട്. അത് വകവയ്ക്കാതെയുള്ള മുന്നോട്ട് പോക്കിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. പലരും വിമത സ്ഥാനാർത്ഥികളായി രംഗത്തിരുന്നു. അത് പ്രതിഷേധിച്ചാൽ മാത്രമല്ല ഇത്തരം നിലപാടുകളിൽ പ്രതിഷേധിച്ചും പലരും കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയും ഇവിടെ കാണാനാകുന്നുണ്ട്. വിനീഷ.